നമസ്കാരം. പശ്ചിമ ബംഗാളിലും മണിപ്പൂരിലും അസമിലും അതിശക്തമായ മഴ. ബംഗാളിൽ ചുഴലിക്കാറ്റിൽ 4 പേർ മരിച്ചു. 100-ലധികം പേർക്ക് പരുക്കുണ്ട്. നിരവധി വീടുകളാണ് തകർന്നത്. കനത്ത കാറ്റും മഴയും മിന്നലുമെല്ലാം മണിപ്പൂരിലും അസമിലും വ്യാപക നാശനഷ്ടങ്ങളാണ് ഉണ്ടാക്കിയത്. അസമിലെ ജോർഹട്ടിലാണ് ശക്തമായ മഴ രേഖപ്പെടുത്തിയത്. കനത്ത മഴയിൽ നിരവധി വീടുകളാണ് ഒലിച്ചുപോയതെന്ന് അധികൃതർ പറഞ്ഞു. ഇവിടെ ജനങ്ങളുടെ പ്രധാന ജീവനോപാധിയായ കൃഷിക്കും കന്നുകാലി കേന്ദ്രങ്ങൾക്കുമെല്ലാം വലിയ നാശനഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. മഴയോടൊപ്പം അതിശക്തമായ കാറ്റും നാശനഷ്ടങ്ങൾക്ക് കാരണമായിട്ടുണ്ട്. മണിപ്പൂരിൽ പല ഭാഗങ്ങളിലായി നിരവധി വീടുകൾക്കാണ് നാശനഷ്ടങ്ങൾ ഉണ്ടായിരിക്കുന്നത്. തോബലിലെ സപാം ലേക്കായി കോങ്ജോം ഗ്രാമങ്ങളിലെ കെട്ടിടങ്ങൾക്കും കാർഷിക വിളകൾക്കുമാണ് വലിയ നാശനഷ്ടമുണ്ടായതെന്ന് ANI റിപ്പോർട്ട് ചെയ്തു. ഇതിന്റെ ദൃശ്യങ്ങളും വാർത്താ ഏജൻസി ട്വീറ്റ് ചെയ്തിട്ടുണ്ട്. ദിവസങ്ങൾക്ക് മുമ്പാണ് മണിപ്പൂരിലെ സേനാപതി ജില്ലയിൽ കൊടുങ്കാറ്റ് വീശിയത്. കൃഷിനാശവും വീടിന് നാശനഷ്ടവുമെല്ലാം ഇതേ തുടർന്ന് ഉണ്ടായിരുന്നു. 40ഓളം വീടുകളാണ് അന്ന് തകർന്ന് തരിപ്പണമായത്. 5 സ്ത്രീകൾക്കും പരുക്കേറ്റിരുന്നു. അതേസമയം ഇന്നലത്തെ മഴയിൽ മണിപ്പൂരിൽ നിരവധി വൈദ്യുതി ലൈനുകളാണ് പൊട്ടിവീണത്. ആർക്കും അപകടമൊന്നും ഉണ്ടായിട്ടില്ല. കനത്ത കാറ്റിനെ തുടർന്ന് അവിടെയുള്ള ഹയർ സെക്കൻഡറി സ്കൂളിന്റെ മേൽക്കൂര പാറിപ്പോയതായി സമീപവാസികൾ പറഞ്ഞു. ഗുവാഹത്തിയിൽ കനത്ത മഴയാണ് ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം രേഖപ്പെടുത്തിയത്. നഗരത്തിന്റെ ചില ഭാഗങ്ങളിൽ വൈദ്യുതി നഷ്ടമായിരിക്കുകയാണ്. ഗുവാഹത്തിയിലെ ലോക്പ്രിയ ഗോപിനാഥ് ബർദോലോയ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ വെള്ളം കയറിയിരിക്കുകയാണ്. അതിന്റെ ദൃശ്യങ്ങളും സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട്. ഇതേ തുടർന്ന് വിമാന സർവീസുകളും തടസ്സപ്പെടുകയുണ്ടായി. 6ഓളം വിമാനങ്ങൾ അഗർത്തലയിലേക്കും കൊൽക്കത്തയിലേക്കും വഴിതിരിച്ച് വിടുകയും ചെയ്തു. അതേസമയം ബംഗാളിലെ ജയിൽപായ്ഗുരിയിലാണ് ശക്തമായ ചുഴലിക്കാറ്റടിച്ചത്. 4 പേരാണ് മരിച്ചത്. 100ഓളം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. നിരവധി വീടുകൾക്കാണ് നാശനഷ്ടം സംഭവിച്ചിരിക്കുന്നത്. മരങ്ങൾ കടപുഴകി വീണു. അയൽപ്രദേശമായ മൈനാഗുരിയിൽ ശക്തമായ കാറ്റടിച്ചിട്ടുണ്ട്. ഏതായാലും മുഖ്യമന്ത്രി മമതാ ബാനർജി നാശനഷ്ടമുണ്ടായ സ്ഥലത്തേക്ക് തിരിച്ചിരുന്നു. അവിടെ രക്ഷാപ്രവർത്തനം ഇപ്പോഴും പുരോഗമിക്കുകയാണ്. ചുഴലിക്കാറ്റിനെ തുടർന്ന് വീടുകളടക്കം നഷ്ടപ്പെട്ടവരെ സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറ്റുന്നുമുണ്ട്. മരിച്ചവരുടെ ബന്ധുക്കൾക്ക് ജില്ലാ ഭരണകൂടം ധനസഹായം നൽകും. പരിക്കേറ്റവർക്കും നഷ്ടപരിഹാരം ലഭിക്കും. അതേസമയം കേരളത്തിൽ അപ്രതീക്ഷിതമായി കടൽ കലിതുള്ളിയപ്പോൾ വീടുകളും വള്ളങ്ങളും അടക്കം നഷ്ടപ്പെട്ടത് 100 കണക്കിന് തീരവാസികൾക്കാണ്. സമുദ്രോപരിതലത്തിലെ കാലാവസ്ഥാ മാറ്റങ്ങളെ തുടർന്നുണ്ടാകുന്ന ശക്തമായ തിരമാലകളാണ് ഇന്നലെ അപ്രതീക്ഷിതമായി ഉണ്ടായത്. സുനാമിയുമായി സമാനതകളുള്ള പ്രതിഭാസമായിരുന്നു. കള്ളക്കടൽ എന്നറിയപ്പെടുന്ന ഈ പ്രതിഭാസം രൂപപ്പെടുന്നതോടെ തീരം ഉള്ളിലോട്ട് വലിയും. പിന്നീട് വൻ തിരമാലകൾ തീരത്ത് അടിച്ചു കയറും. ആദ്യ തിരകൾ എത്തുമ്പോൾ തന്നെ ഇത് കള്ളക്കടലാണെന്ന് തിരിച്ചറിയാൻ സാധിക്കുമെന്നാണ് തീരദേശവാസികൾ പറയുന്നത്. ഞായറാഴ്ച രാവിലെ ആലപ്പുഴ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ കടൽ ഉള്ളിലേക്ക് വലിഞ്ഞിരുന്നു. ഉച്ച കഴിഞ്ഞപ്പോൾ തീരത്തേക്ക് ആഞ്ഞടിച്ചു. ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം സാധാരണ കള്ളക്കടൽ സംബന്ധിച്ച മുന്നറിയിപ്പുകൾ നൽകാറുണ്ട്. ഇത്തവണ അതുണ്ടായില്ല. കടലാക്രമണം രൂക്ഷമായ ശേഷമാണ് മുന്നറിയിപ്പ് എത്തിയത്. കേരള തീരത്തും തെക്കൻ തമിഴ്നാട് തീരത്തും 0.5 മുതൽ 1.5 മീറ്റർ വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്നായിരുന്നു മുന്നറിയിപ്പ്. ഇതിന് പിന്നാലെ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു. എല്ലാ മാർച്ച് ഏപ്രിൽ മാസങ്ങളിലും കള്ളക്കടൽ പ്രതിഭാസം ഉണ്ടാകാറുണ്ടെന്നാണ് തീരദേശ വിദഗ്ധർ പറയുന്നത്. സ്വാഭാവിക ബീച്ചുള്ള പ്രദേശങ്ങളെ കള്ളക്കടൽ സാധാരണയായി ബാധിക്കാറില്ല. തിരക്ക് തിരിച്ചു പോകാൻ കടൽ തന്നെ വഴിയുണ്ടാക്കുമെന്നും വിദഗ്ധർ പറയുന്നു. എന്നാൽ തീരമില്ലാത്ത സ്ഥലങ്ങളിലാണ് മുകളിലേക്ക് തിര അടിച്ചു കയറുന്നത്. കൃത്രിമ ബീച്ച് നിർമ്മാണങ്ങൾ അടക്കമുള്ളവയാണ് കള്ളക്കടൽ പ്രതിഭാസം തീരദേശത്തെ ഇത്തവണ ഇത്രയധികം ബാധിച്ചതെന്നാണ് ജോൺസൺ ജെമന്റ് എന്ന വിദഗ്ധൻ പറയുന്നത്. ഇത്തരം അപകടങ്ങൾ ഒഴിവാക്കാനാണ് എപ്പോഴും 50 മീറ്റർ ബീച്ച് വേണമെന്ന് ശാസ്ത്ര സമൂഹം വാദിക്കുന്നത്.